യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. നന്ദി പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തൂല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും ബലത്തോടും ശൈത്യോടും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് കാരുണ്യവീഴ്ചയിൽ നിന്ന് പ്രാണ മരണത്തിൽ നിന്ന് വിടുവിച്ച് അതേ നിമിഷമത്തോടെ കാത്ത, ഒന്നിനൊരു മുടക്കം വരുത്താതോണം, ഒന്നിനൊരു കുറവ് വരുത്താതോണം ശ്രേഷ്ഠകരമായി നമ്മെ നടത്തി പരിപാലിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം നമ്മുടെ വിഷയങ്ങൾ അറിയുന്നതിന് മുമ്പേ, അതേ സ്തോത്രം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നതിന് മുമ്പേ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന സർവശക്തനായ ദൈവം ഈ പൽക്കാലവും നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ക്രിസ്തു യേശുവി നമ്മെ എപ്പോഴും എല്ലായിടത്തും സൗരഭ്യവാസനയായി നടത്തുന്ന സർവശക്തനായ ദൈവം ഹല്ലേലൂയ. ഈ പൽക്കാലം നമ്മുടെ പരാജയങ്ങളെ ജയമാക്കി ദൈവം തീർത്ത് നമ്മെ തല ഉയർത്തി ദൈവം നമ്മെ മാനിച്ച് നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രഭാതത്തിലെ ചിന്തയിലേക്ക് കടന്നു വരാം. ഒരു ദൈവ പൈതൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഉണരണം എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 42-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പേ. അതിന്റെ 44-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നായികയെ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പേ. ഈ രണ്ട് ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന് നമുക്ക് കാണുന്നു ഒരു ദൈവ പൈതൽ ഉണരണം, മറ്റൊരു ഭാഗത്ത് ഒരുങ്ങിയിരിപ്പേൻ എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവ പൈതലായിരിക്കുന്ന നാം സ്തോത്ര ഹല്ലേലൂയ, അതേ സ്തോത്രം, ജനിച്ചു വീണ് നാം ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ ടൈം മുതലേ കേൾക്കുന്നതായിരിക്കാം കർത്താവ് വരും, കർത്താവ് വരും നമ്മെ ചേർക്കുവാൻ എന്ന് സ്തോത്രം. പക്ഷേ അതിനിപ്പോൾ സംഭവിക്കും, ഇനി ഇത് നടക്കുമോ എന്നുള്ള പല ചിന്തകളും പല പഠനങ്ങളും ഇന്ന് ഈ ലോകത്ത് നടക്കുമ്പോൾ നമ്മുടെ കർത്താവ് വേഗം വരും. സ്തോത്ര ഹല്ലേലൂയ. കാരണം ഇതുവരെയും ഈ തിരുവചനത്തിനകത്ത് പറഞ്ഞതൊക്കെയും ഓരോന്ന് വള്ളി പോലും തെറ്റാതെ സംഭവിച്ചുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞതുപോലെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേഗം കടന്നു വരും. സ്തോത്രം ഹല്ലേലൂയ. നാം ഒരുക്കത്തോടെ ആയിരിക്കണം, നാം ഉണർന്നിരിക്കണം എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് വീണ്ടും വരും. സ്തോത്ര ഹല്ലേലൂയ. ദൈവജനം പ്രത്യാശയോടെ ആയിരിക്കണം. കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. പക്ഷേ അതിന്റെ നടുവിൽ സ്തോത്രം ഒരു ദൈവ പൈതലിനെ ജീവിപ്പിക്കുന്നത്, ഒരു ദൈവ പൈതലിന്റെ ഉള്ളിലെ പ്രത്യാശ എന്ന് പറഞ്ഞത് സ്തോത്രം, കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു നിത്യ ഭവനത്തിലേക്ക് ചേർക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് വരും എന്നത് അത്രേ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമീൻ. സ്തോത്രം. ഈ തിരുവചനങ്ങളിലെല്ലാം നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാൻ കടന്നു വരും. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. തിരുവചനത്തിൽ ഉടനീളം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, നാം ഉണർന്നിരിക്കണം എന്ന് തിരുവചനത്തിൽ കാണുന്നു. എവിടെയാ ഉണരേണ്ടത്? സ്തോത്ര ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതേ സ്തോത്രം. നാം നിരന്തരമായിട്ട് ഉണരുക എന്ന് പറയുമ്പോൾ ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. അതേത് ഹല്ലേലൂയ. സ്തോത്രം. സംസ്ഥാനത്തിലുള്ള പ്രമുഖ നേതാക്കന്മാരൊക്കെ നമ്മളടുത്ത് പറയുക, മഴ വരാൻ സാധ്യതയുണ്ട്, ജാഗ്രതയോടെ ആയിരിക്കണം, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ മുൻകരുതലുകൾ തരുമ്പോൾ നമുക്കറിയാം സ്തോത്ര, ജനം അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു അനുഭവമുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ സ്തോത്രം, കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് നാളെ അറിയത്തില്ല, നാഴിക അറിയത്തില്ല, പിതാവിനല്ലാതെ സ്വന്തം പുത്രന് പോലെ അറിയയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ കൈവിട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ സ്തോത്ര, ഞാൻ നിങ്ങൾ ഉണരണം എന്ന് തിരുവചനത്തിൽ കാണുന്നു. നാം ആത്മീയമായിട്ട് ഉണരണം, ആത്മീയ മനുഷ്യൻ ഉണരണം, അകത്തെ മനുഷ്യൻ ഉണരുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഇന്ന് പലപ്പോഴും സ്തോത്രം നമുക്ക് ആത്മീയത്തിലൊക്കെ നമുക്ക് ഉണരുവാൻ കഴിയാത്ത വണ്ണം സ്തോത്ര, അതേ സ്തോത്ര, കേട്ടത് തന്നെല്ലോ കേൾക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ സ്തോത്രം, നാം ഉണരണം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ ഉണരണം. ഹല്ലേലൂയ. തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിരന്തരമായി ജാഗ്രത പുലർത്തുന്ന ഒരു വർത്തമാന കാല പദമാണ് ഉണരുവിൻ എന്ന് പറയുന്നത്. നമുക്കൊരു ജാഗ്രത ഉണ്ടായിരിക്കണം. ഏത് സമയവും കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കാം. ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്ര, കർത്താവിനോട് കൂടെ നാം എടുക്കപ്പെടണമെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ആ കാഹള ശബ്ദം നാം കേൾക്കത്തക്ക രീതി നമ്മുടെ കാതുകളെ സ്തോത്രം, അത് സ്തോത്രം ഒരുക്കിക്കൊണ്ടിരിക്കണമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ മക്കളെ സ്തോത്ര, ഇന്നത്തെ വിശ്വാസികൾ നമുക്കറിയാം കർത്താവ് എപ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടി വരുന്നത് എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഒരു ജാഗ്രത നമ്മുടെ ആവശ്യമാണ് എന്ന് കാണുന്നു. ക്രിസ്തു ഏത് സമയത്തും മടങ്ങി വരാം എന്ന ചരിത്രപരമായ സാധ്യതയെക്കുറിച്ച് നാം എന്ത് ചെയ്യണം? സദാ ബോധവന്മാരായിരിക്കണം. ഏത് സമയവും കർത്താവ് വരാം എന്നതിനെ കുറിച്ച് ഒരു ബോധവന്മാര് ആയിരിക്കണമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തെ നാം ചിന്തിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിനയാത്ര നായികയിൽ കർത്താവ് വരും. അതേ സ്തോത്രം. യാതൊരു സാധ്യതയും നമ്മുടെ മുമ്പിൽ കാണത്തിലേക്ക്, പക്ഷേ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ വരവിൻ്റെ സംഭവങ്ങൾ എല്ലാം ഈ ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഇതൊക്കെ കണ്ട് നാം എന്ത് ചെയ്യണം? അത് നാം വിശ്വസ്തരോടെ ആയിരിക്കണം എന്ന്, അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്നവരായിരിക്കണമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കർത്താവിൻ്റെ വരവിൻ്റെ പറ്റി തന്നെ ഒരു ഉപമ കർത്താവ് തിരുവചനത്തിൽ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ 10 കന്യമാരുടെ ഉപമയെപ്പറ്റി യേശു കർത്താവ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, എല്ലാ വിശ്വാസികളും അപ്രത്യക്ഷമായി അറിയപ്പെടാത്തതുമായ സമയത്ത് കർത്താവ് വരുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ സ്വന്തം ആത്മീയമായ നിലവാരം നാം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ നമുക്ക് അവിടെ മെയിനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, കർത്താവിന്റെ വരവെങ്കിൽ വ്യക്തിപരമായ ബന്ധം നാം പുലർത്തണം. സ്തോത്ര. ഹല്ലേലൂയ. അവരങ്ങനെ ജീവിക്കുന്നു, ഇവരിങ്ങനെ ജീവിക്കുന്നു, അവരൊരുങ്ങുന്നില്ല, പിന്നെ എന്തേ എന്ന് ചോദിക്കാനല്ല. പ്രിയ ദൈവമക്കളെ സ്തോത്രം, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അതാണ് കർത്താവ് നമുക്ക് തിരുവചനത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നു. രണ്ടുപേരും ഒരു തിരിക്കല്ലി പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റുള്ളവരെ ഉപേക്ഷിക്കും. ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുമ്പോൾ പ്രിയ ദൈവമക്കളെ, അവിടെ ഇവിടെ നോക്കി നമുക്ക് നടക്കുവാനായിട്ടുള്ള ഒരു ടൈമിലല്ല വന്നിരിക്കുന്നത്. നാം തന്നെ ഉണരണം, നാം തന്നെ ഒരുങ്ങണം എന്ന തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സ്തോത്രം. അതേ സ്തോത്രം. ബുദ്ധിയില്ലാത്തവരെ ബുദ്ധിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞവരായിരുന്നു ബുദ്ധിയുള്ളവർ. സ്തോത്രം. കർത്താവ് വരുമെന്നുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിനകത്ത് സ്തോത്രം ഒരു തിരിച്ചറിവുണ്ടോ? കർത്താവ് വരും, അതേ അല്ല സ്തോത്ര, ഇത്രയും നാൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു പോകുന്ന ഒരു അനുഭവത്തിലാണോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, കർത്താവ് വരും നമ്മെ ചേർക്കുവാൻ, നാം ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനാ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വൈകുന്നത്. അങ്ങനെയൊക്കെ ഞാൻ നിങ്ങൾ ഒരുങ്ങുക എന്നത് ഒരു സ്തോത്രം ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ടൈമാണ്. ആ ടൈമിനകത്ത് ഞാൻ നിങ്ങൾ ഒരുക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട്, ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങൾ എത്തേണ്ടതായിട്ട് ഉണ്ട് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന്റെ മടങ്ങി വരവിൽ ബുദ്ധിയില്ലാത്തവർ എന്ത് ചെയ്യുന്നു? അത് തിരിച്ചറിയുവാൻ കഴിയാത്തത് മുഖാന്തരമായിട്ട് അവർ പരാജയപ്പെട്ടു പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതായത് 10 പേർ ഉണ്ടായിരുന്നു,
അവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടി എണ്ണയെടുത്തു, ബുദ്ധിയില്ലാത്തവർ വിളക്കിൽ എണ്ണ കൂടി കരുതിയില്ല. സ്തോത്രം. വിശ്വസ്തരും അവിശ്വസ്തരുമായിരിക്കുന്ന രണ്ട് കൂട്ടരെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പൽക്കലം നാം ചിന്തിക്കുക, നാം വിശ്വസ്തരാണോ? സ്തോത്രം. കർത്താവിന്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ നമ്മൾ സ്തോത്രം ഒരുങ്ങുന്ന അനുഭവത്തിൽ നമ്മളുണ്ടോ? പ്രിയതേ മക്കളെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൊക്കെ നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് നാം ചിലപ്പോൾ തിരിഞ്ഞു നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നോ ഒന്ന് പ്രാപിച്ചത് കാണും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു 10 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, മനസ്സിലാക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ 5 പേർക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. പ്രിയതേ മക്കളെ, സ്തോത്രം. ആ നഷ്ടപ്പെട്ടത് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ ചിന്ത എന്താണ്? ഞങ്ങളുടെ കൂടെ വിളക്കിൽ എണ്ണയുണ്ട് എന്ന് ഒന്ന് ചിന്തിച്ചു പോയതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നത് അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു. അവർക്കറിയാം ഞങ്ങളുടെ പ്രാണപ്പിഴൻ എപ്പോഴായിരുന്നാലും വരും. അതിന് വിളക്കിൽ എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ, ചിലപ്പോൾ വൈകും, ചിലപ്പോൾ വരാനായിട്ട് താമസിക്കും. സ്തോത്രം. തിരുവചനത്തിൽ പറയുന്നു, കർത്താവിന്റെ വരവോളം ഒരു ദൈവ പൈതൽ, സ്തോത്ര ഹല്ലേലൂയ, വിശ്വസ്തയോടെ കർത്താവിന്റെ സനെ കാത്തിരിക്കണമെന്ന്. സ്തോത്രം. ആ കാത്തിരിപ്പ് ചിലപ്പോൾ ഇന്നത്തോടെ തീർന്നിരിക്കാം, ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം. പക്ഷേ അതുവരെയും കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ സ്തോത്ര ആ വിളക്കിൽ എണ്ണ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ സ്തോത്ര നമ്മുടെ ആത്മീയ നിലവാരത്തെ നാം ഒന്ന് നോക്കുവാനായിട്ടിടയെത്തുന്ന നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് നാം നോക്കണം. സ്തോത്ര ഹല്ലേലൂയ. ഭൗതിക വിഷയത്തിന്റെ പിന്നാലെ നാം പാഞ്ഞു ഓടിക്കൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ പ്രിയതേ മക്കൾ, ഈ ലോകത്തിലെ ജീവിതം 60, 70, 80 എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് ഈ ലോകത്തിലെ ഈ ഒരു ഷോർട്ട് പീരീഡിന് വേണ്ടി സ്തോത്ര ഞാനും നിങ്ങളും സ്തോത്ര ഹല്ലേലൂയ പലതും നേടുവാനായിട്ട് ഒരുങ്ങി ഓടുവാനായിട്ട് ഇടയായി തീരുമ്പോ ഒരു നിത്യയുഗായുഗം കർത്താവിനോട് കൂടെയുള്ള ഒരു ജീവിതത്തിനു വേണ്ടി എത്രത്തോളം ഒരുങ്ങണം, എത്രത്തോളം കരുതണം, എത്രത്തോളം ജാഗ്രതയോടെ ആയിരിക്കണമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. അവർ വിളക്കുണ്ട്, പക്ഷേ അവരുടെ കരത്തിൽ എന്തില്ലായിരുന്നു? എണ്ണ ഇല്ലായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. മണവാളൻ വന്നു, പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ബുദ്ധിയുള്ളവർ അവർ വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നത് കൊണ്ട് വിളക്ക് കത്തിച്ചപ്പോൾ കത്തുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ ബുദ്ധിയില്ലാത്തവരുടെ വിളക്കുകൾ കെട്ടുപോയി. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. അതേ സ്തോത്രം, നല്ല ഇടിച്ചെടുത്ത ഒലിവെണ്ണകളാണ് സ്തോത്രം കത്തിക്കൊണ്ടിരിക്കുവാൻ ഇടയായിത്തീരുന്നത്. അതേ സ്തോത്രം, ആ ഒരു ഒലിവെണ്ണ നമ്മുടെ ജീവിതത്തിൽ കുറയാതെ വേണ നാം നിത്യമായിട്ട് എവിടെയെങ്കിലും നമുക്ക് ആത്മീയമായിട്ടൊരു ഡൗണാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാം കർത്താവിന്റെ സന്നിൽ ഇരിക്കണം. അപ്പായേ, എനിക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയില്ല, അപ്പന്റെ സന്നി കാത്തിരിക്കുവാനായിട്ട് കഴിയത്തില്ല, എന്നിൽ പുതിയതൊന്ന് പകർന്നു തരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയെത്തിർന്ന, കർത്താവിന്റെ സന്നിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയെത്തിർന്ന യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ നാളും നായികയും നിങ്ങൾ അറിയേക്കൊണ്ട് ഉണർന്നിരിക്കണം. കാരണം എന്താ? 5 പേർ പുറത്തു പോയി അവർ എണ്ണയെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ മണവാളൻ വന്നു, വാതിൽ അടച്ചു. സ്തോത്ര. തിരുവചനത്തിൽ കാണുന്നു നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവ് ഉണ്ടാകും എന്ന്. സ്തോത്രം. നോഹയോട് യഹോവയെ ദൈവം പറഞ്ഞു, ജനത്തിന്റെ മ്ലേച്ഛത പാപം നിമിത്തം ഞാൻ ജലപ്രളയം ഉണ്ടാക്കി ഭൂമിയെ നശിപ്പിക്കുവാനായിട്ട് പോകുന്നുവെന്ന്. ആ പെട്ടകം ഉണ്ടാക്കുവാനായിട്ട് നോഹയ്ക്ക് അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുന്നു നോഹ പെട്ടകം ഉണ്ടാക്കുന്നതിനോടൊപ്പം വിളിച്ചു പറഞ്ഞു, ജലപ്രളയത്താൽ ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു. പക്ഷേ നോഹയുടെ വാക്ക് ആരും തന്നെ ശ്രദ്ധിച്ചില്ല. നോഹയുടെ വാക്കിന് ആരും വില കൊടുത്തില്ല. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പെട്ടകം പണിത് കഴിഞ്ഞപ്പോ അതിലെ കയറ്റേണ്ടവരെ കയറ്റി. നമുക്ക് കാണുന്നു നോഹയും കുടുംബം മാത്രമേ അതിനകത്ത് കയറുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പരിഹസിച്ചും കളിയാക്കി, മഴ എന്തെന്നറിയില്ല, ഭൂകമ്പം എന്ത്, സ്തോത്ര, ജലപ്രളയം എന്തെന്ന് അറിയാത്ത ജന എന്തോ ഫോഴ്സ് വിളിച്ച് പറയുന്നെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്തു. പ്രിയ ദൈവ മക്കളെ, ഇന്നും കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും അത് കേൾപ്പാൻ താല്പര്യമില്ല, ആർക്കും അതിനെ അംഗീകരിക്കുവാൻ താല്പര്യമില്ല. അതേ സ്തോത്രം, എന്റെ കാലഘട്ടത്തിലൊന്നും വരില്ല, ഇപ്പോഴൊന്നും ഇത് സംഭവിക്കുന്നില്ല, നമ്മൾ കുഞ്ഞുപ്രായം മുതൽ ഇത് കേൾക്കുന്നതല്ലേ എന്ന് പറഞ്ഞിരിക്കുമ്പോ പ്രിയ ദൈവ മക്കളെ, സ്തോത്രം, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, അതേ
അതേ നമുക്ക് ഈ ലോകത്ത് നമുക്ക് സംഭവവികാസങ്ങൾ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, പല രോഗങ്ങളാല്, പല ഭൂകമ്പത്താല്, അതേ പകർച്ചവ്യാധികൾ, ഒരു കൂട്ടം പേർ കർത്താവിന്റെ സനിൽ മാറ്റപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ ആയുസ് എത്രയെന്നത് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ആയുസ് തീരുമ്പോ സ്തോത്ര ഒന്നേ കർത്താവ് നമ്മെ ചേർക്കുവാനായിട്ട് ഇടയെത്തിരും, ഇല്ലെങ്കിൽ കർത്താവ് നമ്മെ ഇവിടെ വന്ന് ചേർക്കുവാനായിട്ട് ഇടയെത്തിരും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നിനയാത്ത നാടിക, നമ്മൾ വിളിച്ചു വരുത്താത്ത സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത്, കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത്. സ്തോത്ര ഇത് രണ്ട് കാര്യവും സ്തോത്രം ഒരിക്കലും നമുക്ക് മാറ്റിവെക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഉണരണം എന്ന് തിരുവചനത്തിൽ കാണുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പെട്ടകത്തിനകത്ത് കയറ്റേണ്ടവരെ പെട്ടകത്തിനകത്ത് കയറ്റി കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ പെട്ടകത്തിന്റെ വാതിൽ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അതേ പണിത നോഹയ്ക്കല്ല അനുവാദം കൊടുത്തത്. പെട്ടകത്തിന്റെ വാതിൽ അടച്ചത് ആരാണോ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞത്? ആ സ്വർഗത്തിലെ ദൈവമത്രേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവപൈതലേ, രക്ഷ സൗജന്യമായി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എന്നും രക്ഷ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. സ്തോത്രം, ഈ രക്ഷയുടെ വാതിൽ അടയാൻ സമയമായി. സ്തോത്ര, തന്റെ പ്രാണപ്രിയൻ ലക്ഷ്യം വച്ചിരിക്കുന്ന തന്റെ പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കൂട്ടം പേരെ ചേർക്കുവാൻ എന്റെ പ്രാണപ്രിയൻ വരാറായി. സ്തോത്രം, ഹല്ലേലൂയ. ഭൂമി ജലപ്രളയം, മഴ തുടങ്ങി. സ്തോത്രം, അതേ പെട്ടകത്തിനകത്ത് കയറി കഴിഞ്ഞു. ഭൂമി മഴ പെയ്യാൻ തുടങ്ങി. പെട്ടകം പതുക്കെ മൂവ് ചെയ്യുവാൻ, പൊങ്ങുവാനായിട്ട് തുടങ്ങി. പ്രിയതേ മക്കളെ, സ്തോത്രം, അതുവരെ കാണാത്ത, ഹല്ലേലൂയ, ഇന്ന് നമുക്കറിയാം, നമ്മൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത രോഗങ്ങൾ, ഭൂകമ്പങ്ങൾ പലതും കൊണ്ട് ജനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയദേവ മക്കളെ, സ്തോത്രം, നാം ഈ ലോകത്ത് എന്ത് നേടി എന്നതല്ല, നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞ ഒരു പ്രയോജനവും ഇല്ല എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നാം ഇതിനെ സ്തോത്രം ഉപേക്ഷയായി വിചാരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. അതേ സ്തോത്രം, നാം വിശ്വസ്തയോട് കൂടെ നാം ചിലത് തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ദൈവ പൈതലിന്റെ തിരിച്ചറിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ കടന്നു പോകുന്നത് സ്തോത്ര കർത്താവിന്റെ വരവിന്റെ ടൈമിലാണ് എന്ന് നാം തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ കൈവിട്ടു പോകാതിരിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ചിലപ്പോൾ നമുക്ക് സഹിക്കുവാനായിട്ട് കഴിയത്തില്ല. പലതിൽ നിന്ന് നാം ഓടി മാറാറുണ്ട്. പക്ഷേ പ്രിയതേ മക്കളെ, ഇവിടെ നിന്നൊക്കെ ഓടി മാറിക്കഴിഞ്ഞാലും നമുക്കൊരു നിത്യതയിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ടുണ്ട്. സ്തോത്ര, അവിടെ നിത്യയാതനയുടെ സ്ഥലത്ത് കടന്നു പോയാ അവിടെ നമുക്ക് ഓടി രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ല. ഈ രാത്രി പൽക്കാലം ഞാൻ പറയട്ടെ, ഈ ലോകത്തെ കഷ്ടതയുടെ ഭാരത്തിന്റെ പ്രയാസത്തിന്റെ മധ്യത്തിൽ നീ കർത്താവിൽ അകന്നു പോകേല, കർത്താവിനോട് ചേർന്ന് വരണം. സ്തോത്രം, നിന്റെ ഏത് വിഷയത്തിനും പരിഹാരം കർത്താവ് തരും. സ്തോത്ര, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. സ്തോത്ര, ഹല്ലേലൂയ. നമുക്ക് വിടുതൽ തരുന്ന കർത്താവിന്റെ സനിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്ര, ഹല്ലേലൂയ. ആ കർത്താവിനോട് ചേർന്നിരിക്കുവാനായിട്ടിടയായി തീരുമ്പോ അതേ സ്തോത്ര പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെയൊക്കെയും ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവം നമ്മുടെ മേൽ പകരും. സ്തോത്ര, ഹല്ലേലൂയ. നിത്യതയുടെ ആഴം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ദൈവസ്ഥനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. സ്തോത്ര, ഹല്ലേലൂയ. നമുക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നിപ്പോ കാണുന്നവർ അടുത്ത നിമിഷം കാണാത്ത ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോ പ്രിയതേ മക്കളെ, സ്തോത്രം, എപ്പോൾ കർത്താവ് വന്നാൽ നമ്മുടെ പ്രാണനെ ചോദിച്ചാലോ ആ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ചേർക്കപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശയോട് കൂടി വേണം നാം ഈ ലോകത്ത് ജീവിക്കുക. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ആയി തീരാതെ കർത്താവിന്റെ സന്നിധിയിൽ പ്രിയതേ മക്കളെ നാം ഒരുങ്ങണം. സ്തോത്ര, ചില സത്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോ ആ സത്യത്തിനകത്ത് നിൽക്കണം. സ്തോത്ര, അതേ ഒരു കോംപ്രമൈസിന് വേണ്ടി നിൽക്കുവാനല്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജന, അതേ തനിച്ചു പാർക്കുന്ന ഒരു ജനത്തെ ചേർക്കുവാനത്രേ എന്റെ കർത്താവ് കടന്നു വരുന്നത്. സ്തോത്രം, വെളിപ്പാട് പുസ്തകത്തിൽ പറയുവാനായിട്ടിടയായി തീർന്നോ, അനീതി ചെയ്യുന്നവ ഇനി ഇത് അനീതി ചെയ്യട്ടെ, അഴുക്കാകുന്നവൻ ഇനിയും അഴുക്കാകട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം, എല്ലാമായെന്ന് പറഞ്ഞ് എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല പ്രിയതേ മക്കളെ നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ വചനത്തിനകത്ത് പണിയപ്പെടേണ്ടതിനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർണം. ഇവിടെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ജലപ്രളയം വന്നു, എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. ഹല്ലേലൂയ. നാം ഭയപ്പെടണം. സ്തോത്രം, ഏത് സമയത്താണ് നമ്മുടെ കർത്താവ് വരുമെന്ന്
വരുമെന്നത് അറിയായിക്കൊണ്ട് നാം ഉണരണം. സ്തോത്ര ഹല്ലേലൂയ. നാം ഒരുങ്ങിയിരിക്കണം. സ്തോത്രം. നമുക്കൊരു യാത്രയുണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ യാത്രയ്ക്ക് വേണ്ടി നാം എല്ലാം ഒരുങ്ങിയിരിക്കുവാനായിട്ടിടയെത്തിരും. ഹല്ലേലൂയ. സ്തോത്ര. ഒരു പ്രശ്നം ദേശത്ത് വരുമെന്ന് പറയുമ്പോൾ നാം അതിനകത്തുനിന്ന് എപ്പോഴാ വരുന്നത്, അലാറം എപ്പോഴാ കേൾക്കും നമുക്കറിയാം. ഇപ്പോൾ ഇടയ്ക്ക് യുദ്ധമൊക്കെ നടന്ന സമയത്ത് വളരെയധികം അത് ജാഗ്രതയോടെ ഇരിക്കുന്ന, കാരണം എപ്പോഴാ അലാറം വരുന്നത് എന്ന് അറിയത്തില്ല. ഫോണുകൾ ആരും സൈലന്റിലാക്കി വയ്ക്കത്തില്ല, അലാറം കേൾക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ കാതുകൾ ഹല്ലേലൂയ ആ ശബ്ദം കേൾക്കുന്നതിന് തടസ്സമായി തോന്നാ നമ്മുടെ കാതുകളെ അടിക്കാതെ വേണം നാം സൂക്ഷിക്കണം. ഹല്ലേലൂയ. നാം ജാഗ്രതയോടെ ആയിരിക്കണം പ്രിയതേ മക്കളെ. സ്തോത്ര. ആ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോ കർത്താവിനോട് കൂടെ ചേർക്കപ്പെടേണ്ടതിനായിട്ട് കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ സകലതും സംഭവിക്കും. രൂപാന്തരം പ്രാപിച്ച് നാം കർത്താവിനോട് ചേരുമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ രാത്രി പൽക്കാലം ഞാൻ ചോദിക്കട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവ പൈതലേ, നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? സ്തോത്രം. അല്ല കരിന്തിരിയായിട്ട് അല്പമല്പമായി കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണോ? ഈ രാത്രി പകൽക്കാലം കർത്താവിന്റെ സന്നിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. അപ്പ എവിടെയൊക്കെയോ എന്റെ ജീവിതയാത്രയെ ഞാൻ പോലും അറിയാതെ എവിടെയൊക്കെ ചോർച്ചകൾ വന്നു പോയിട്ടുണ്ട്. എന്റെ വിളക്കിന്റെ എണ്ണൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതേ, എന്റെ വിളക്കിൽ ഒന്ന് എണ്ണ പകർന്നു നൽകണമേ. അതേ സ്തോത്ര എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുന്നു വയ്ക്ക്. നിന്റെ വിളക്കിനകത്ത് കർത്താവ് എണ്ണയെ പകർന്നു തരുവാനായിട്ട് ഇടയായി തീരാ. പ്രിയതേ മക്കളെ. സ്തോത്ര. കുറഞ്ഞിരിക്കുന്നത് ഓർത്തുകൊണ്ട് അതേ എന്നിലുണ്ട് എന്ന് പറഞ്ഞ് നടക്കാതെ വേണം നാം നമ്മിലേക്കൊന്ന് നോക്കുവാനായിട്ട് ഇടയായി തീർന്ന. അതേ സ്തോത്ര. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് വാങ്ങിക്കുവാൻ കഴിയും. എവിടെ നിന്നായിരുന്നാലും കർത്താവിന്റെ സന്നിധി നിന്നിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ മേൽ പകർന്ന് നമ്മൾ ഒരുക്കപ്പെടുവാൻ തയ്യാറായി, നമ്മുടെ പാത്രം ഒരുക്കപ്പെടുവാൻ തയ്യാറായി കഴിഞ്ഞാൽ കർത്താവ് അതിനെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീരുക. ഒരുക്കുന്ന പാത്രത്തിനകത്താണ് കർത്താവ് പകരുവാനായിട്ട് ഇടയായി തീരുന്നത്. അങ്ങനെ ഈ ലോകത്തിലെ സകലതിനകത്തുനിന്ന് ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് പ്രിയതേ മക്കളെ. സ്തോത്രവചനത്തിൽ പറയുന്നു, അങ്ങനെ നിങ്ങൾ നിനക്കാത്ത നായിക മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. സ്തോത്ര. ഹല്ലേലൂയ. ഇതിനെ നാം അവഗണിച്ച് കളയരുത്. സ്തോത്രം. നമ്മുടെ കർത്താവ് ഏത് സമയവും കടന്നു വരും. സ്തോത്ര. അതേ സ്തോത്ര. കർത്താവിന്റെ വരവി. സ്തോത്ര. അതേ കന്യമാരെ, ബുദ്ധിയുള്ള കന്യമാരെ പോലെ നാം വിളക്കിൽ എണ്ണയുള്ളവരായിട്ട് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടേണ്ടതിനായിട്ട് നാം ഒരുങ്ങി ഇരിക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്ര. തിരുവചനത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നു, തന്റെ വരവെങ്കിൽ സ്തോത്രം സഭയുടെ വലിയൊരു വിഭാഗം ഒരുക്കപ്പെടാത്തവരായിരിക്കും. സ്തോത്രം. പണ്ടൊക്കെ നമുക്കറിയാം, എവിടെയായിരുന്നാലും സുവിശേഷം പറയുന്ന ഇടത്ത് കർത്താവിന്റെ വരവിനെ പറ്റിയേ പറയത്തുള്ളൂ. സ്തോത്രം. ഇന്ന് അത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല, പറയുവാൻ താല്പര്യമില്ല. വചനത്തിൽ വ്യക്തമായി പറയുന്നു, കർത്താവിന്റെ വരവിൽ സ്തോത്രം സഭയിൽ വലിയൊരു വിഭാഗം ഒരുക്കപ്പെടാത്തവരായിരിക്കും. ആ വലിയൊരു വിഭാഗത്തിൽ നാം ആകാതെ വേണം അതിൽ എടുക്കപ്പെടുന്ന ഒരാളായിട്ട് സ്തോത്രം ഞാൻ നിങ്ങൾ ഒരുങ്ങണം. ഈ ലോകം നമ്മെ തിരസ്കരിച്ചിരിക്കാം, ഈ ലോകം നമ്മെ മാറ്റി നിർത്തിയിരിക്കാം പ്രിയതേ മക്കളെ. സ്തോത്രം. പക്ഷെ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത ഒരു നിത്യഭവനമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഓർത്തുകൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യാശയോട് കൂടിയായിരുന്ന ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമുക്ക് എണ്ണുവാനായിട്ട് കഴിയും. സ്തോത്രം. ആരൊക്കെ നമ്മെ അവഗണിച്ച് കളഞ്ഞാലും, ആരൊക്കെ നമ്മെ മാറ്റി നിർത്തിയാലും പ്രിയതേ മക്കളെ, മനുഷ്യ കൂട്ടുകെട്ടെന്ന് പറയുന്നതില് നമുക്ക് കൂട്ടുകെട്ടായിട്ട് ചേരുവാൻ കഴിയുന്നില്ല. വചനത്തിൽ പറയും, നാം അവരോട് കൂടെ ചേരിക്കല, അവർ നമ്മോടൊപ്പം ചേരണം. ചില സത്യങ്ങൾ കർത്താവ് നിന്റെ ഉള്ളിനകത്ത് വെളിപ്പെടുത്തി തന്നു വെക്കൽ, അതിന് വില കൊടുത്ത് നിൽക്കണം. ഹല്ലേലൂയ. ഇനി അവിടെ എന്ത് പറയുന്നു, ഇവിടെ എന്ത് പറയുന്നു പ്രിയതേ മക്കളെ, നമുക്ക് ഫോളോ ചെയ്യുവാൻ ദൈവവചനമുണ്ട്. സ്തോത്രം. ഈ വചനത്തെയാ ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. വചനത്തിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നു, അതേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ നോക്കുക. അവിടെ വചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്ത, വീര്യപ്രവർത്തികൾ ചെയ്ത വീരന്മാരെന്ന് പറഞ്ഞ ഒരു പട്ടിക അവിടെ കാണുവാൻ സാധിക്കുന്നു. അവരാരും വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. പ്രിയതേ മക്കളെ. സ്തോത്രം. അവിടെ അത്ഭുതങ്ങളുണ്ട്, ഇവിടെ അത്ഭുതങ്ങളുണ്ട്.
പ്രിയതേ മക്കളെ, വചനത്തിനകത്തുള്ള വിടുതല്, വചനത്തിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അതേ സ്തോത്രം, വചനത്തിനകത്തുള്ള വിടുതലുകൾ നാം തേടിപ്പോകണ്ട, നമ്മെ തേടി വരും, നിങ്ങളുടെ തലമുറകളെ തേടി വരും. നീ വില കൊടുത്ത് നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അതേ സ്തോത്രം, നിന്റെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ തലമുറകൾ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ സ്തോത്രം, അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടായിരിക്കില്ല കർത്താവ് നമുക്ക് തന്നത്. അതേ സ്തോത്ര, വേദനയുടെ മധ്യത്തിൽ, ഭാരത്തിന്റെ മധ്യത്തിൽ, പ്രയാസത്തിന്റെ മധ്യത്തിലായിരുന്നപ്പോ കർത്താവ് നമ്മോട് എന്ത് സംസാരിച്ചു, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി തന്നെ ശോഭിക്കണം. അതിനെ ഇരുള് മൂടുവാനായിട്ട് നാം വിട്ടുകൊടുക്കരുത്. സ്തോത്ര, അതിനെ മൂടിക്കളയാനായിട്ട്. അതേ തിരുവചനത്തിൽ പറയുന്നു, ചിലതൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സത്യം അറിഞ്ഞിട്ട് നാം തിരിഞ്ഞു നോക്കുന്നത് സ്തോത്രം ഒരു ഛർദിയിലേക്ക് സ്തോത്രം നായി തിരിഞ്ഞു നോക്കുന്നതിന് പോലെ എന്നാ തിരുവചനത്തിൽ പറയുന്നത്. ചിലതൊക്കെ വേണ്ടെന്ന് വച്ച് നാം തിരുവചനത്തെ സമർപ്പിച്ചുകൊണ്ട് അതേ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പ്രിയതേ മക്കളെ, ചില ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി വിടുതന്നെ വേണ്ടി നാം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് വചനത്തിൽ കാണുന്നു. നാം ഭയപ്പെടണം, നാം ദൈവസന്നിധിയിൽ ഇരിക്കണം, സകലതിനെ വിവേചിക്കണം. സ്തോത്രം, നമ്മുടെ ദൈവവചനത്തിനകത്ത് നിൽക്കണം. ഹല്ലേലൂയ. അപ്രകാരം ദൈവവചനത്തിനകത്ത് പണിയപ്പെട്ട് ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന ഹല്ലേലൂയ മണവാട്ടി സഭയെ ചേർക്കുവാൻ എന്റെ കർത്താവ് വേഗം വരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവ പൈതലേ, കർത്താവിന് വരവിന് വേണ്ടി നാം ഉണരുക. സ്തോത്രം, നാം ഉണർന്ന് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കെന്തെല്ലാം ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അതൊക്കെ കർത്താവ് തരും. നാം തേടിപ്പോകണ്ട, നമ്മെ തേടി നന്മകൾ നമ്മുടെ അടുക്കലേക്ക് എത്തുവാനായിട്ട് ഇടയത്തരും. നാം ചെയ്യേണ്ടത് അതേ സ്തോത്രം, ഈ ലോകത്തിലെ നന്മകളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നാം പ്രാപിക്കേണ്ട ഒന്നുണ്ട്, നിത്യത പ്രാപിക്കുക. അത് നമ്മൾ പ്രാപിക്കേണ്ടതാ. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി നമുക്ക് കാണുന്നു, എന്റെ ദൈവം ഹല്ലേലൂയ എല്ലാവർക്കും കൊടുത്തു. അവർക്ക് അവരുടെ വസ്ത്രം ചീർണിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇതൊന്നും അവർക്ക് എന്ത് ചെയ്യുന്നു, 40 വർഷം സംവത്സരം നടത്തിയപ്പോൾ അവരുടെ വസ്ത്രം ചീർണിച്ചില്ല, കാല് ചെരുപ്പ് തേഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചില്ല. അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു, കാട പശു കൊടുത്തു, മഞ്ഞയെ കൊടുത്തു, അപ്പം കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷേ അവർ പ്രാപിക്കേണ്ട ഒന്നായിരുന്നു, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. സ്തോത്രം, നാം ഭയപ്പെടണം. നമ്മൾ വിചാരിക്കും ഈ ലോകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം കർത്താവ് കിട്ടും. കാരണം എന്താ? അപ്പൻ വിശ്വസ്തനാ. അപ്പന്റെ മക്കൾ മറ്റുള്ള മുമ്പിൽ കൈ നീട്ടുന്നതോ മറ്റോ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നതോ അപ്പൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അപ്പൻ നമുക്കെല്ലാം തരും. പക്ഷേ അത് കിട്ടിയെന്ന് പറഞ്ഞ് നിത്യത നമുക്ക് കിട്ടിയെന്ന് നാം വിചാരിക്കരുത്. അതിനുവേണ്ടി ഞാനും നിങ്ങൾ ഒരുങ്ങണം. അതിനുവേണ്ടി ഞാനും നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യണം. അങ്ങനെ പ്രിയതേ മക്കളെ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. പ്രത്യാശയോടെ ആയിരിക്കാം. നമ്മുടെ വിളക്കിൽ എണ്ണ വർദ്ധിപ്പിക്കുന്ന ടൈമായി തീരട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്നതുകൊണ്ട് ചിലത്തെ ദൈവകരങ്ങളിൽ തരുന്നു. കർത്താവേ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ആകെ നാളും നായികയും അറിയാതിരിക്കുക, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ എന്ന് തിരുവചനത്തിൽ കാണുമ്പോൾ അപ്പാ സ്തോത്ര, കർത്താവിന്റെ വരവിൽ സഭയുടെ നല്ലൊരു ഭാഗം ഒരുക്കപ്പെടാത്തവരായിരിക്കുമെന്നൊക്കെയും തിരുവചനത്തിൽ ഞങ്ങൾക്ക് കർത്താവെ മുന്നമേ വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ ഞങ്ങൾ കൈവിട്ടു പോകുന്നവരുടെ കൂട്ടത്തില്ല. ബുദ്ധിയില്ലാത്ത കന്യന്മാരെ പോലെ കർത്താവെ, അവിശ്വാസികളായിട്ടോ കർത്താവെ അപ്പാ സ്തോത്രം അപ്പാ സ്തോത്രം കർത്താവെ, കാലഘട്ടത്തെ തിരിച്ചറിയാത്തവരായി തീരാത്തവണ വിവേകമുള്ളവരായി ജ്ഞാനമുള്ളവരായി കർത്താവെ, ഞങ്ങൾ സകലതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട് കർത്താവിന്റെ വരവിൽ അങ്ങയുടെ കൂടി ചേർക്കപ്പെടുവാൻ കർത്താവെ, ആ പ്രത്യാശയോട് ഞങ്ങൾ ആയിരിക്കാൻ ദൈവം സഹായിക്കണമേ. ഭാരത്തോടും പ്രയാസത്തോടും വേദനയോടും ആയിരിക്കുമ്പോ ഞങ്ങളുടെ വിളക്കുകളിലെ എണ്ണകൾ മന്ദിഭവിച്ചു പോയെന്നിരിക്കാം, ചോർന്നു പോയെന്നിരിക്കും. പക്ഷേ കർത്താവെ, അതിനെ കൊണ്ട് അങ്ങനെ നടക്കാതവണ ഞങ്ങൾ വിളക്കിൽ എണ്ണ ജ്വലിപ്പിച്ചുകൊണ്ട്, വിളക്കിൽ എണ്ണ നിറച്ചുകൊണ്ട് കർത്താവെ, ആ ബുദ്ധിയുള്ള കന്യന്മാരെ പോലെ ഹല്ലേലൂയ ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോകാതെ ഞങ്ങൾ ആത്മീയത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാക്കി ഞങ്ങൾ മാറ്റുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ ജനത്തെ ഭാരപ്പെടുത്തുന്ന കർത്താവെ, വേദനിപ്പിക്കുന്ന വിഷയങ്ങളുടെ നടുവിലൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ വചനം അവർക്ക് കർത്താവെ ജീവനായി വിടുതലായി വ്യാപരിക്കട്ടെ. കർത്താവെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ
ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ട ആരും തന്നെ കൈവിട്ടു പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ ആത്മാക്കളുടെ ഉടയവനെ ഇടയാക്കരുതേ എന്നടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.